LPSC റാങ്ക് ഹോൾഡേഴ്സ് ശക്തമായ പ്രക്ഷോഭത്തിലേക്ക്. നിയമനം ലഭിച്ചില്ലെങ്കിൽ മരണം വരെ നിരാഹാരം തുടരുമെന്നാണ് റാങ്ക് ഹോൾഡേഴ്സ് വ്യക്തമാക്കുന്നത്. അധികാരത്തിലെത്തിയാൽ ജോലി ഉറപ്പെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി വഞ്ചിച്ചെന്നും ഉദ്യോഗാർത്ഥികൾ കുറ്റപ്പെടുത്തി. കഴിഞ്ഞ ഒരു മാസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്നതിൽ ഭൂരിഭാഗം പേരും സ്ത്രീകളാണ്. അതിൽ പലരും കുഞ്ഞുങ്ങളുമായാണ് സമരത്തിനെത്തിയിരിക്കുന്നത്. എന്നിട്ടും സർക്കാർ ഇവരോട് അനുകൂലമായ ഒരു സമീപനമല്ല ഇതുവരെ എടുത്തിരിക്കുന്നത്. കേരളത്തിലെ യുവാക്കളോട് ജോലിയില്ലെന്ന് പറയുന്നതിലും വലിയ അനീതി മറ്റൊന്നില്ലെന്നാണ് റാങ്ക് ഹോൾഡേഴ്സ് പറയുന്നത്. സ്ത്രീകളോട് അനുകമ്പയുള്ള ഒരു സർക്കാരാണ്, സ്ത്രീകളോട് മമതയുള്ള ഒരു സർക്കാരാണെന്നൊക്കെ പറയപ്പെടുന്നു. അതാണോ അല്ലയോ എന്നുള്ളത് ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കേണ്ടത് അധികാരികൾ തന്നെയാണ്. ഞങ്ങളിപ്പോൾ ഒരു മാസം ആവാറായി, 29 ദിവസമായി ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ട്. 5 ദിവസമായി നിരാഹാരം കിടക്കാൻ തുടങ്ങിയിട്ട്. ഓരോ വീട്ടിലും കാണും ഇതുപോലെ യുവാക്കൾ, ജോലി സ്വപ്നം കൊണ്ട് പഠിക്കുന്ന ഒരുപാട് യുവാക്കളുണ്ട്. കേരളത്തിലെ യുവാക്കൾക്ക് ജോലി ഇല്ല എന്ന് പറയുന്നതിൽ അതിൽ കവിഞ്ഞൊരു അനീതി ഇല്ല എന്ന് വേണം പറയാൻ. റാങ്ക് ലിസ്റ്റ് കാലാവധി നീട്ടണം, പ്രധാന അധ്യാപകരെ ക്ലാസ് ചാർജിൽ നിന്ന് ഒഴിവാക്കണം, സർക്കാർ സ്കൂളിലെ എയ്ഡഡ് അധ്യാപകരെ PSC റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിയമിക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഉദ്യോഗാർത്ഥികൾ നിരാഹാര സമരം നടത്തുന്നത്. സർക്കാർ ജോലി സ്വപ്നം കണ്ട് രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ട് പഠിച്ച ഉദ്യോഗാർത്ഥികൾ റാങ്ക് ലിസ്റ്റിൽ ആദ്യ റാങ്കുകളിൽ ഉൾപ്പെട്ടിട്ടും സർക്കാർ ഇവരെ അവഗണിക്കുകയാണ്. ജനം, തിരുവനന്തപുരം.